പൊടിക്കുന്നത് വെറുതെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ആരെ സാറ് വിളിച്ചാൽ കുറച്ച് അകലായി പോവും. ചേട്ടാ ചേച്ചിയാണ് നല്ലത്. പിന്നെ ഒരു പൊസിഷനിൽ ഇരിക്കുന്നവരൊക്കെ സുനീഷേട്ടനെ ചിലപ്പോൾ ആരെങ്കിലും ഇതാക്കൂലെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് സാറിന് നമ്മളൊരു ബഹുമാനം കൊടുക്കണ്ടേ. പച്ചമുളക്, ഇഞ്ചി, കരിയേപ്പ് അത് പിന്നെ വേണ്ടേ? അല്ലെങ്കിൽ ആരെങ്കിലും തലകീറി കുത്തിയാലോ സുനീഷ് ഏട്ടൻ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട്. ചെറിയ പിള്ളേർക്കൊന്നും അറിയില്ലല്ലോ. അയ്യോ ഷൈനി നേരത്തെ ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു അല്ലേ. എല്ലാവരും ഇപ്പോൾ ഫ്രീ ഉണ്ടാവും. ഓക്കെ നല്ലൊരു ദിവസം ചേട്ടനെ ആശംസിക്കുന്നു. പേരെന്ത്? സുഭാഷ് ബിന്ദുവേ എന്ന് വിളിക്കുന്നുണ്ട്. അല്ല സേവിച്ചിന് എണീറ്റോ? ഇവിടെ രണ്ടാളും ഉറക്കാം. അപ്പോഴാണ് ഞാൻ പതുക്കെ ഒരു ലൈവ് വരാമെന്ന് വിചാരിച്ചു. അറിഞ്ഞുകൊണ്ടൊരു ലൈവ്, അറിയാതൊരു ലൈവ്. വീട്ടിൽ 2 മക്കൾ, ഭർത്താവ്. ഭർത്താവിൻ്റെ അമ്മയൊക്കെ മരിച്ചുപോയി, എൻ്റെ അമ്മയും മരിച്ചുപോയി. ഹായ് സുഭാഷ്. ശ്രീക്കുട്ടി വീട്ടിലെത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില. ഓക്കെ ഷൈനി, ഓക്കെ ബൈ. അത്രയും നേരം നിന്നതിൽ ഇനി ബാറ്റിൽ ശ്രീനയ്ക്ക് കൊടുക്കുക. ഇടയ്ക്ക് വരണം കേട്ടോ ചേട്ടാ. എനിക്ക് 2 കാര്യം. അങ്കും കാണാത്ത ആളി ഓടിക്കാറുണ്ട് എൻ്റെ സ്ഥിതി. നല്ലൊരു രസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ അടുത്ത് മല്ലിയില്ല, പച്ചമല്ലി.